ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പഴയ വീടിൻ്റെ റിനോവേറ്റ് ചെയ്ത കുറേ കബോർഡുകളും കുറേ കിച്ചൺ കബോർഡുകളുമാണ്. ഇതൊരു പഴയ വീടായിരുന്നു, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന വീടാണ്. ആ വീടിൻ്റെ ഭിത്തി അലമാരകളാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതേപോലെ ഇവിടെ ഈ കിച്ചൺ കബോർഡുകൾ ഇപ്പോൾ പണിതിരിക്കുന്ന സ്ഥലത്ത് സ്ലാബ് വാർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഫ്രെയിം പണിതിട്ട് അതിൻ്റെ മുകളിൽ ഡോറുകൾ പതിപ്പിച്ചിരിക്കുകയായിരുന്നു. അതും തന്നെയല്ല, അതിന് ഹൈറ്റ് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ കിച്ചൺ ഇരുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സ്റ്റെയർ കേസ് പഴയത് തന്നെയാണ്, അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ സ്റ്റെയർ കേസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ബുക്ക് ഷെൽഫ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ വിവരങ്ങളും വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്കും ഷെയറും നൽകുക. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, എൻ്റെ വീട് കൊച്ചിയാണ്. ഇതൊരു പഴയ വീടായിരുന്നു. ഇപ്പോൾ കാണുന്ന ഒരു ഭിത്തി അലമാര അത് പലക വെച്ചുള്ള ഒരു ഷെൽഫായിരുന്നു. അതിൻ്റെ പുതിയ പതിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. ഇപ്പോൾ കാണുന്ന ഇതൊരു സ്റ്റെയർ കേസിൻ്റെ മുൻഭാഗമാണ്. ഇതൊരു ബുക്ക് ഷെൽഫാക്കി ഒരു ക്രോക്കറി യൂണിറ്റായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ പുറകുവശത്താണ് സ്റ്റെയർ കേസ് പോകുന്നത്. അപ്പോൾ ഇതൊരു ക്രോക്കറി യൂണിറ്റും അതൊരു TV യൂണിറ്റും എല്ലാം കൂടി ആക്കിയിരിക്കുന്ന ക്രോക്കറി യൂണിറ്റ് പ്ലസ് TV യൂണിറ്റ്. ഈ നടുഭാഗത്താണ് TV യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇതൊരു പഴയ വീടായതുകൊണ്ട് ഇതിന് ആർക്കിടെക്ചർ വർക്കുകൾ കൊടുത്തുകൊണ്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. ഇതിനൊട്ടിച്ചിരിക്കുന്നത് മൈക്കയാണ്. എല്ലാ മെറ്റീരിയലും ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൈവുഡാണ്. ലാമിനേഷൻ, ടീക്വുഡ് ലാമിനേഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ബുക്ക് ഷെൽഫിൻ്റെ പുറകുവശമാണിത്. ഇത് സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതും ഒരു ബുക്ക് ഷെൽഫായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് കയറുന്നത്. കിച്ചണിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലാബുകളെല്ലാം പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം അവിടെ ഹൈറ്റ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കിച്ചൺ കബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിന് ഹൈറ്റ് 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. സ്ലാബ് അടക്കം ഗ്രാനൈറ്റ് അടക്കം 89 സെൻറ്റിമീറ്ററാണ് ഫ്ലോറിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് സിങ്ക് ഉപയോഗിക്കുമ്പോൾ നടുവേദന, നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് നടുവേദന ഇല്ലാതിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അത്ര ഹൈറ്റ് എടുക്കുന്നത്. ഈ വരുന്ന ഭാഗത്താണ് ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രിഡ്ജ് വെച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതും എല്ലാം ടീക്വുഡ് ലാമിനേഷനാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ കൗണ്ടറുകളും കിച്ചണിൽ പണിതിരിക്കുന്ന എല്ലാ മെറ്റീരിയലും മൾട്ടിവുഡ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊരു പുതിയ ഹോബാണ്, നല്ല അഡ്വാൻറ്റേജ് ഹോബാണ്. ഈ ഒരു ഷെൽഫ് എന്ന് വെച്ചാൽ വെറുതെ പലകളായിരുന്നു. മുകൾ ഭാഗത്ത് എക്സ്ട്രാ തട്ടുകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സിമ്പിളായിട്ട് പ്ലൈവുഡ് കൊണ്ട് തട്ടുകൾ ഇട്ടിട്ട് അതിൽ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഡോറുകളും പിടിപ്പിച്ചിരിക്കുന്നു, 2 ഡോറും പിടിപ്പിച്ചിരിക്കുന്നു. അതൊരു ഗ്ലാസ് വിട്ടിട്ടുണ്ട്. ഇത്രയേ ഈ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ഡ്രസ്സിങ് യൂണിറ്റാണ്. ബെഡ്റൂമിൽ നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുൻഭാഗത്താണ് കട്ടിൽ വരിക. ഇതൊരു കബോർഡാണ്. ഇവിടെ ഒരു ചെറിയൊരു ഭിത്തി അലമാരയായിരുന്നു. അത് പൊട്ടിച്ച് കളഞ്ഞിട്ട് മാറ്റിയിട്ട് നല്ലൊരു കബോർഡും അതേപോലെ ഒരു എഴുതുവാനും മറ്റുമായിട്ടുള്ളൊരു ടേബിളും അതേപോലെ അത്യാവശ്യം നെഷ് ബോക്സും, അതായത് നമുക്ക് ഓപ്പൺ ബോക്സ് ക്യൂരിയോസ് വെക്കാം. ഇനി ഇപ്പോൾ ആ ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ പുറകുവശമാണ്. ഇവിടെയാണ് കട്ടിൽ വരുന്നത്. ഇവിടെ കട്ടിലിൻ്റെ ഹെഡ് ബോർഡായിട്ട് ഉപയോഗിക്കാം. ഇത് കഴിഞ്ഞ് ടോയ്ലറ്റ്,
അതിൻ്റെ മുകൾ ഭാഗത്തൊരു സ്ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലാബ് നമ്മൾ മുകളിലേക്ക് പീസുകൾ കൊടുത്തുകൊണ്ട് ഒരു 7 സെൻറ്റിമീറ്റർ വീതിയിൽ പീസുകൾ കൊടുത്തുകൊണ്ട് ഡോറുകൾ പിടിപ്പിച്ചപ്പോൾ അതൊരു വളരെ മനോഹരമായ ഒരു അപ്പർ യൂണിറ്റ് ബെർത്തായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബുക്ക് ഷെൽഫ്. സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ബുക്കുകൾ കാണാൻ ബുക്കുകൾ വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡ് റെയിലും സ്റ്റെയറുകളും ഒന്നും ചെയ്തിട്ടില്ല. അതൊന്ന് പോളിഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത റൂം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളേ ഉള്ളൂ. ഇത് ആദ്യം നമ്മൾ ഒരു ബെഡ്റൂം കണ്ട്, ഇത് രണ്ടാമത്തെ ബെഡ്റൂം. അതിൻ്റെ കബോർഡുകളാണ്. ഇവിടെ കബോർഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പുതിയതായിട്ടൊന്ന് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 ഡോറിൻ്റെ 200 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കബോർഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മുകളിലേക്ക് അപ്പർ യൂണിറ്റ് ബെർത്തും ലോഫ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓപ്പൺ സ്പേസിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം സാധാരണ രീതിയിൽ കബോർഡുകൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ കബോർഡുകൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കബോർഡിൻ്റെ ഓപ്പൺ ഷെൽഫ് സാധാരണ പാർട്ടീഷനുകളിലും മറ്റുമാണ് ഇതേപോലെ ഓപ്പൺ ഷെൽഫുകൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് കബോർഡിനും കൊടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ പെട്ടെന്ന് നമുക്കൊരു മൊബൈൽ വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സ് വെക്കണം, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ ഈ ഓപ്പൺ ഷെൽഫിൽ വെക്കാവുന്നതാണ്. അല്ലെ കണ്ണട, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ സാധിക്കും. ഇതൊരു ബെർത്തായിരുന്നു. ഈ ബെർത്തിൻ്റെ മുകളിലേക്ക് സിമ്പിളായിട്ട് ഫ്രെയിമുകൾ മാത്രം കൊടുത്തുകൊണ്ട് ഡോർ പിടിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ്. അതിന് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിൽ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വാഷ് കൗണ്ടർ. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇതിന് ആകെ ഒരു വാഷ് കൗണ്ടറേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും അതിൻ്റെ മുകളിലൊരു കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിനുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ വാഷ് ബേസിൻ്റെ കളറ് കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ലാമിനേറ്റിന് മാച്ചാവുന്ന രീതിയിലാണ് ആ വാഷ് കൗണ്ടറിൻ്റെ ബേസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണ്ട യൂണിറ്റിന് പകരം ചെയ്യുന്നതിന് മുമ്പുള്ള സ്ട്രക്ചർ വർക്കുകളാണ്. ഇങ്ങനെയാണ് ആദ്യം മൾട്ടിവുഡ് കൊണ്ട് എല്ലാം ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് അത് ഇത്തരത്തിലേക്ക് രൂപമാറ്റം വരുന്നത്. അപ്പോൾ ഇത് ആ യൂണിറ്റുകളുടെ പുതിയ പതിപ്പായി മാറി. ഇതെല്ലാം നമ്മൾ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ്. ഒത്തിരി കോസ്റ്റ്ലി വർക്കല്ല. പുറം വശം മാത്രമേ ഇതിന് ഒട്ടിച്ചിട്ടുള്ളൂ, ലാമിനേഷൻ ഒട്ടിച്ചിട്ടുള്ളൂ. ഉൾഭാഗം എല്ലാം മൾട്ടിവുഡായിട്ട് വൈറ്റായിട്ട് തന്നെയാണ് കിച്ചണിൽ കിടക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ഈ ചാനൽ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. കിച്ചൺ കബോർഡുകളുടെ വെറൈറ്റി ഡിസൈനുകളും, ഇത് തടി കൊണ്ടുള്ള കിച്ചൺ കബോർഡുകളാണ്. ഒത്തിരി ഡിസൈനുകളും ഒത്തിരി വെറൈറ്റി മോഡലുകളും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ലൈക്കും ഷെയറും നൽകുക. നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വീഡിയോ, നിങ്ങൾക്കിഷ്ടപ്പെടുന്ന യൂണിറ്റിൻ്റെ വീഡിയോയിലെ ഫോട്ടോസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സംബന്ധമായി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ തീർച്ചയായും സഹായിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന തടി സംബന്ധമായ കാര്യങ്ങളും ഇൻറ്റീരിയർ സംബന്ധമായ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ചാനലിൽ എല്ലാ വിവരങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മരങ്ങളെക്കുറിച്ചുള്ള, തടികളെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോസ് എല്ലാം പോയി കാണുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.